ഉപ്പിട്ടില്ലേ അല്ലേ? ഉപ്പുണ്ടോ? നോട്ടെ നോട്ടെ. കൂട്ടി കുഴപ്പമില്ല. ഓ ഓ നല്ല പച്ചവളം തരൂ. വാവോ ഞാനൊക്കെ അമ്മ ഇന്നത്തെ കലക്കും. ആ എത്രയോ പ്രാവശ്യം. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് 2024. രാവിലെ തന്നെ ചെറിയൊരു പണി കിട്ടി. ഞങ്ങളുടെ മിക്സി കേടായി. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, തിരിയണൊക്കെ ഉണ്ട്, പക്ഷേ ജാറടിയണില്ല. എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ അത് കാരണം അമ്മ നേരെ അമ്മീമ്മലേക്ക് ചാടി. സാമ്പാറായിട്ടല്ലേ? സാമ്പാറായില്ലേ? എന്തായാലും ലാസ്റ്റ് ദിവസമായിട്ട് മോശം ബ്രേക്ക്ഫാസ്റ്റ്. ഈ വർഷം അവസാനം നമ്മൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ്, നല്ല ലഞ്ചൊക്കെ കഴിച്ച് അവസാനിപ്പിക്കണ്ടേ അല്ലേ? ദോശ ഉണ്ടാക്കിയിട്ട് അത് മസാല ദോശയാക്കാൻ തന്നെ ഞാൻ പറയണത്. തെറ്റൊന്നുമില്ലല്ലോ അല്ലേ? ഇപ്പോഴല്ലേ എൻ്റെ ഒരു കുമ്മ്. അതേ ഉരുളക്കിഴങ്ങ് സബോളൊക്കെ ഞാൻ തന്നെ അരിഞ്ഞേരട്ടാ. അത് എത്ര വെച്ചോളത്? ഇത്തിരി എരിവ് വേണ്ട അമ്മ? 3 പച്ചമുളക് എന്തായാലും വേണം. ചമ്മന്തി ചമ്മന്തി നല്ല. ഇത് ഉള്ളി ചമ്മന്തിയാ? നമ്മുടെ ഉള്ളി ചമ്മന്തിയാണോ? ഉള്ളി ചമ്മന്തി അരച്ച് കഴിഞ്ഞപ്പോഴാണ് മിക്സിയുടെ അല്ലേ? ആയിവാ, ചട്നി അടിപൊളിയുണ്ട്, ഉള്ളി ചമ്മന്തി അടിപൊളിയുണ്ട്. ഇനി സാമ്പാറും മസാലയും കൂടി സെറ്റ് ചെയ്യാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് പൊളിക്കും. നനച്ചിട്ട് കുറച്ച് വലുപ്പത്തിൽ ചൂടാൻ പറ്റും ദോശ. ആ ഉള്ള ചട്ടിയിൽ പറ്റുന്ന രീതിയിൽ. അപ്പോഴല്ലേ മസാല ദോശ ഒരു രസം ഉണ്ടാവുള്ളൂ. സാമ്പാറിൽ മുങ്ങി തപ്പി ഒരു കഷണം വെണ്ടയ്ക്ക് കിട്ടി, പ്രേമ തക്കാളി തക്കാളി. ഇത് നമ്മുടെ കിരൺ ഉണ്ടല്ലോ, കിരൺ പ്രേംലാല്. അപ്പോൾ പണ്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാടുന്ന പാട്ടാ. എന്നിട്ട് എൻ്റെ നാമ കയറിയത്. ഇടയ്ക്കിടയ്ക്ക് സാമ്പാർ വലിക്കുമ്പോൾ അപ്പം അത് വരും. ആ ഓസ് പൊട്ടിണ്ടായിരുന്നേ. അപ്പൊ ഞാൻ അത് വെച്ച് നനച്ചിരുന്നാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളക്കടയിൽ പോയിട്ടേ ഞാൻ ഒരു ഇത് മേടിച്ച് കൊണ്ടുവന്നിട്ട് വിട്ടപ്പോ ആൾക്ക് ഭയങ്കര സന്തോഷമായി നനക്കാൻ. അവൾക്ക് അങ്ങനെയാണ്. എന്തായാലും പുതിയത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കാൻ ഭയങ്കര ഉത്സാഹമായിരിക്കും. ഇപ്പം നിനക്ക് നനക്കാൻ നല്ല ഉഷാറാന്ന് അമ്മ പറയണത്. വേപ്പിലൊക്കെ വെട്ടിക്കളഞ്ഞാ? വെട്ടിക്കളഞ്ഞിട്ട് വീട് വന്നത്. സവാള ഉരുളക്കിഴങ്ങൊക്കെ കൂട്ടി വേവിച്ചിട്ടേ അധികം വെള്ളം വേണ്ട, വെള്ളം നൂറ്റിക്കളയാ. എന്നിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് മസാല ആക്കിയാൽ മതി. അല്ലാണ്ട് ഒരുപാട് എണ്ണയിൽ ഒഴിക്കാൻ നിൽക്കണ്ട കേട്ടാ. കാലം എങ്ങനെ ഉണ്ടമ്മ? അപ്പോൾ അയ്യോ, അന്ന് ഊട്ടി പോയിട്ട് അമ്മ തവിട് പൊടിയായി. ശരിക്കും പറഞ്ഞാലേ അമ്മ രാത്രി ഒരു 8-9 മണിയൊക്കെ ആകുമ്പോൾ എന്തായാലും ഉറങ്ങിയിരിക്കും. 9 മണിക്ക് ഉറങ്ങണ ആളാണ്. അപ്പം അന്ന് നൈറ്റ് മൊത്തം ഞങ്ങൾ ട്രാവൽ ചെയ്യേണ്ടി വന്നല്ലോ. പക്ഷേ മുമ്പൊക്കെ അമ്മയ്ക്ക് ഇതിൻ്റെ നൈറ്റ് ട്രാവൽ ചെയ്ത് അത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഊട്ടി യാത്ര, തണുപ്പും രാത്രിയിലത്തെ യാത്രയൊക്കെ കൂടി ആയപ്പോൾ അമ്മ ശരിക്കും തവിട് പൊടിയായി. അങ്ങനെ ഞങ്ങൾ 2ാമത്തെ ദിവസം ആദ്യം ചെയ്ത പരിപാടി വെച്ചാൽ എങ്ങനെയെങ്കിലും നേരം വിളിക്കാൻ അവിടെ നിന്ന് പോരാന്നുള്ളതായിരുന്നു. കാരണം അത്രയും അമ്മയ്ക്ക് വയ്യാണ്ടായി. അങ്ങനെ പോരുന്ന വഴിക്ക് ബസ്സിലൊക്കെ ഇരുന്ന് ഭയങ്കര ഛർദിയും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഓക്കെ കേട്ടോ, ഇപ്പം എല്ലാം ഓക്കെ വന്നു. അമ്മ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ആ മേമ. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ മഞ്ജു മേമ വിളിച്ചതാണ്. അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ശർക്കര ഉരുക്കാൻ പോകുമല്ലേ, സാമ്പാറിലിടണം അല്ലേ. അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ മാറി കഴിഞ്ഞപ്പോഴാണ് അടുത്ത പരിപാടി.
കഴിഞ്ഞ ദിവസം എവിടെയോ കൊണ്ട് കാലിടിച്ചിട്ട് മുട്ടൊക്കെ ആകെ വേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ചെറിയ നീരുണ്ട്. ഇന്നലെ സീതാറാമിൻ്റെ മർമ്മലേപ അങ്ങനെ എന്തൊരു സംഭവം, അതായത് ഗുളിക അരച്ചതെന്ന് പറഞ്ഞത്, അതിട്ടപ്പോൾ ഒരു രാത്രി ഇട്ടപ്പോൾ സംഭവം സെറ്റായി. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഒന്ന് പരട്ടി കഴിഞ്ഞാൽ സെറ്റാവുമെന്ന് വിചാരിക്കണം. അപ്പം അമ്മയിലത് ദീപയിലത് ഇടയ്ക്കിടയ്ക്ക് വീഴ്ചയും പിന്നെ അതുപോലെ തന്നെ അവിടെ കൊണ്ടിടിക്കുക ഇവിടെ കൊണ്ടിടിക്കുക, രണ്ടാളും അതിൽ മത്സരിക്കുകയാണ്. ദീപുവിൻ്റെ കൈൻ്റെ ഇവിടെയും ഈ ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായി വേദന, എവിടെയോ കൊണ്ടിടിച്ചിട്ട് ബാത്റൂമിലോ എവിടെയോ. അതൊക്കെ നിൽക്കട്ടെ. എന്തായാലും മസാല ദോശ കഴിച്ചിട്ട് ആ വിഷമൊക്കെ അങ്ങോട്ട് മാറ്റണം. അയ്യവാ, നല്ല സാമ്പാറായിട്ടില്ലല്ലേ. ഇപ്പോൾ പറഞ്ഞുതരാം. ഉപ്പ് ശകലം കുറവുണ്ട്, ഒരു 1/2 ടീസ്പൂൺ കൂടി ഉപ്പിട്ടോ. വലുതായിക്കോട്ടെ. മതി ഞാൻ പറഞ്ഞു. മുരിഞ്ഞ ഇത്ര മസാല ദോശ ആയി ഇപ്പോൾ. ദീപ ഒരു പ്ലേറ്റ് എടുക്കടാ. ദീപ ഇതെനിക്കിറ്റാ. നിനക്കോ? ഈ മസാല ഇരിക്കുന്നേക്ക് ഇതിലൊരെണ്ണേ മാറ്റി വയ്ക്കുക ദീപോ. ചട്നി കൂടെ ഇട്ടോ. ഇതെവിടെ ഈ സാമ്പാർ നിറയെ ഇവിടെ ഒഴിക്കട്ടെ, നിറച്ചൊഴിക്കണേ. നമ്മൾ ഹോട്ടലിലെ മാതിരി പിശുക്ക് കാണിക്കേണ്ട കാര്യം വീട്ടിലല്ലേ. ഈ ചൂടുള്ള സാമ്പാർ മതി. നിറഞ്ഞു. ഉള്ളിച്ചമ്മന്തിക്ക് ഞാൻ സ്ഥലം തരാം. ഇതേ ഇവിടെ ഉള്ളിച്ചമ്മന്തി ഇട്ടോ മതി. ഓഫ്, ചായ വേമ്പ. നിനക്ക് മൂന്ന് കള്ളി ഉണ്ടല്ലേ, അമ്പടി കള്ളി. എനിക്ക് 2 കള്ളിയുള്ള പാത്രം തന്നു അല്ലേ നീ? മനപ്പുറമല്ലേ അല്ലേ? അപ്പം അമ്മക്ക് ചായ കുടിക്കുക. വാ വിശക്കണമ്മാ, വിശക്കണേ. നല്ല ക്രിസ്പി ദോശ കേട്ടോ. നല്ല പച്ചമുളകിൻ്റെ എരിവുണ്ട് കേട്ടോ. വേപ്പല നിൽക്കണ്ടല്ലേ അങ്ങനെ, വേപ്പല കണ്ടോടി. സൂപ്പർ മസാല. ഇപ്പോഴത്തെ വീഡിയോയിലൊന്നും ദീപുവിനെ അങ്ങനെ കാണാനില്ല എന്നുള്ളൊരു പരാതി ചെറുതായിട്ട് കയറി വരുന്നുണ്ട്. ദീപുവിനെ മാത്രമല്ല, നമ്മളെ മൊത്തം. ഈ ഇത്രയും മസാല എടുത്ത് ശകലം ഉള്ളിച്ചമ്മന്തിയും കൂടി വെച്ച് എല്ലാം കൂടി എടുത്ത് അല്ല ഒരു മസാല കൂടി ഉണ്ടായിരുന്നില്ല. ഇവിടെ പോയി ദീപം. താങ്ക് യു. അയ്യോ, ഇതെന്തത് വീട് പോകണം. ഇതും കൂടി അങ്ങോട്ട് കഴിക്കാം. ഊട്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നിട്ടാ ചായ കുടിച്ചില്ലേ നമ്മള്? സ്പോട്ടിൽ പോയില്ലേ? പിന്നെ കുറെ പുഷ്പങ്ങളൊക്കെ കൂടി അമ്മയ്ക്ക് അത് ഇഷ്ടമായി. റോസ് ഗാർഡൻ മറ്റേ ഗ്ലാസ് ഹൗസ് അല്ലേ അല്ലേ? സാമ്പാർ കണ്ടമനായിട്ടാ. ദോശ കഴിയുകയും ചെയ്തു. നീ എത്ര ദോശ എടുത്തു? ഞാൻ ഒരെണ്ണം എടുക്കൂലേ? എത്ര പേരെ കഴിക്കാൻ പറ്റും മസാല ദോശ? വീട്ടിലെ മസാല ദോശ കേട്ടോണോ? അപ്പോൾ കടയിലെ മസാല ദോശ ആണെങ്കിൽ ഞാൻ കടയിലെ മസാല ദോശ പകുതി, വീട്ടിലെ മസാല ദോശ ഒന്നും. അതിപ്പോഴല്ലേ, പണ്ട കഴിക്കുന്നു. സാമ്പാർ വെറുതെ തിന്നാം. 2024 അവസാനത്തെ ബ്രേക്ക്ഫാസ്റ്റും
ഈ സാമ്പാർ കൂടിയോടുകൂടി കഴിയാണ്. 2 മസാല ദോശ കഴിച്ചോണ്ടേ ഇനി ഉച്ചയ്ക്ക് ലഞ്ചൊന്നും വേണ്ടി വരില്ല. സത്യം പറഞ്ഞാൽ 2024 ഞാനും ദീപും അമ്മയും മാത്രം ഉണ്ടായിരുന്നൊരു ഫാമിലി ഇന്നിപ്പോൾ 10-12,000 പേരുള്ള വലിയ ഫാമിലി ആയിട്ട് വളർന്നു. ശരിക്ക് 2024 ഫെബ്രുവരി 5-നാണ് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആണ്. അവിടെ നിന്ന് പിന്നെ ഒരു നവംബറൊക്കെ ആയപ്പോഴാണ് 10,000 സബ്സ്ക്രൈബേഴ്സ് ആണ്. പലരും പറയുന്നുണ്ട് നമ്മുടെ വീഡിയോൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് കുറേ കൂടി റീച്ച് വേണം, കുറേ കൂടി സബ്സ്ക്രൈബേഴ്സ് വേണം എന്നൊക്കെ പറയാറുണ്ട്. എന്നിരുന്നാലും ഇത്രയും പെട്ടെന്ന് ഈ ഒരു റീച്ച് പോലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. 2023 നമ്മളൊക്കെ വെറും സാധാരണക്കാരായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എവിടെ പോയാലും, തൃപ്രയാർ പോയാലും, തൃശ്ശൂർ പോയാലും, എറണാകുളത്ത് പോയാലും ആരെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ വെച്ച് ഞങ്ങളെ തിരിച്ചറിയാറുണ്ട്, വന്ന് സംസാരിക്കാറുണ്ട്, സ്നേഹം പങ്കുവയ്ക്കാറുണ്ട്. പിന്നെ വെറുതെ കാണാൻ സംസാരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി വന്ന് കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ ഒരു കുടുംബാംഗത്തിനെ പോലെയാണ് വരുന്നവരെല്ലാവരും ഞങ്ങളെ കാണുന്നത്. ഞങ്ങൾ തിരിച്ചു അങ്ങനെ തന്നെയാണ് കാണുന്നത്. 2023 വരെയുള്ള എല്ലാ വർഷങ്ങളുടെ അനുഭവങ്ങൾ മറന്നു പോകുന്ന രീതിയിലായിരുന്നു 2024 ഇങ്ങനെയുള്ള അനുഭവങ്ങൾ. നമ്മുടെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 207 വീഡിയോസ് നമ്മുടെ ചാനലിൽ എടുക്കുന്നുണ്ട്. അതിൽ 2 വീഡിയോ 1.5 ലക്ഷം കവിഞ്ഞ് പോയിട്ടുണ്ട്. 1.6 ലക്ഷം നമ്മുടെ പഴയിടം, അതുപോലെ തന്നെ 1.7 ലക്ഷം ഭാരതിൻ്റെ വീഡിയോ. പിന്നെ 2 വീഡിയോ 1 ലക്ഷം ആകാറായിട്ട് ഇങ്ങനെ വളരെ ഗ്രാജുവലി അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 8 വീഡിയോസോളം നമുക്ക് 50,000-ന് മുകളിലും 31 വീഡിയോ 25,000-ന് മുകളിലും വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ 31 വീഡിയോ നമ്മൾ 25,000 പേര് വെച്ച് നമ്മുടെ ചാനലിൽ കണ്ടു എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുപോലെ ഏകദേശം 100ഓളം വീഡിയോ 10,000 കടന്നിട്ടുണ്ട്. 207 വീഡിയോയിൽ 174ഓളം വീഡിയോ 1000 വ്യൂസ് കടന്നിട്ടുണ്ട്. 1000 വ്യൂ ഒക്കെ ആവാൻ വേണ്ടി കാത്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഇതൊക്കെ 2024 സംഭവിച്ചതാണ്. മാത്രമല്ല ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നു, റെസ്റ്റോറൻറ്റുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി, ഹോട്ടലുകളിൽ പോയി താമസിക്കാനും, അങ്ങനെ ഒരുപാട് യാത്രാനുഭവങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് ദൂരം യാത്ര ചെയ്തെന്നല്ല പറയണേ, പക്ഷെ എല്ലാ ദിവസവും നമ്മൾ വ്ളോഗ് ചെയ്യണോണ്ട് കുറേ കൂടി സ്പെഷ്യൽ ആയിട്ടുള്ള അനുഭവങ്ങളാണ് ഈ വർഷം മൊത്തം ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെ വിഷമമുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഡൗൺ ആയിട്ടുണ്ട് ഇരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങൾ തരുന്ന ഓരോ മെസ്സേജുകൾ, കമന്റുകളൊക്കെ തന്നെ നമുക്കൊരു അപ്പ് തരും, അല്ലേ ദീപമ്മ? അതെ, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കുറേ പേര് പറയാറുണ്ട് ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ അവർക്ക് സന്തോഷം കിട്ടുന്നു, ഓഫീസിൽ നിന്ന് വരുമ്പോൾ അത് കാണുമെന്നാണ് ഒരു ആശ്വാസം. അപ്പോൾ ഇതിനൊക്കെ കാരണമാവാൻ പറ്റിയതും ഈ വർഷം തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2024 വളരെ മികച്ചൊരു വർഷമായിരുന്നു. ഇനി വരുന്ന 2025 എന്താണ് റെസൊല്യൂഷൻ എന്ന് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കേണ്ടായിരുന്നു. അന്ന് പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ടാണ്. ഞാൻ പ്രത്യേകിച്ച് ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഞാനൊരു നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഏത് വർക്കായിക്കോട്ടെ, നമ്മുടെ യൂട്യൂബ് ചാനലായിക്കോട്ടെ, പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, നമ്മുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഇത് എത്ര നാളെ പോകുന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആണിത്. ഇംപ്രൂവ് ഹെൽത്ത് ആൻഡ് എനർജി ലെവൽസ് എന്നുള്ള കാര്യമാണ് ഞാൻ എഴുതി വെച്ചത്. അതായത് നല്ല എനർജി ഉണ്ടെങ്കിൽ നല്ല സംസാരം, നല്ല രീതിയിൽ ആൾക്കാരോട് ഇടപഴകാനൊക്കെ പറ്റുള്ളൂ. അപ്പം അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് കുറച്ച് എക്സസൈസുകൾ ചെയ്യാം, വാമിംഗ് അപ്സോ അല്ലെങ്കിൽ വാക്കിങ്ങോ പരിപാടികളൊക്കെ ചെയ്യാം. പിന്നെ യോഗ, പ്രാണായാമം, മെഡിറ്റേഷൻ. ഇത് ഞാൻ കണ്ടിന്യൂസ് ആയി ചെയ്തു പോന്നിരുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് ബ്രേക്ക് വന്നു. അപ്പൊ 2025 നാളെ മുതൽ ഇന്ന് ചെയ്തതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ മാസം 7 വീഡിയോ ആണ് ഇട്ടത്. ഇതും കൂടി വരികയാണെങ്കിൽ 8 വീഡിയോ. അതൊരു 15 to 20 ആക്കണമെന്ന് കുറെ നാളായി വിചാരിക്കണം. ഇതിന് മുമ്പത്തെ മാസം എനിക്ക് തോന്നുന്നു ഏകദേശം 12 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ് യൂട്യൂബ് ചാനലിൽ വരുന്ന ഓരോ കമന്റുകളും വളരെയധികം ശ്രദ്ധയോടെ ഞാൻ പരിഗണിക്കാറുണ്ട്. എല്ലാവരോടും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാറുണ്ട്. എന്നിരുന്നാലും ഒരു പടിയും കൂടി നല്ല രീതിയിൽ ആ ബന്ധം കൂടുതൽ ആഴത്തിൽ കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവരോടും വളരെ പേഴ്സണലി അടുപ്പം സൂക്ഷിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പറ്റുമെന്ന് അറിയില്ല, പറ്റണ പോലെയൊക്കെ അത് കീപ്പ് ചെയ്യാൻ നോക്കും. അതുപോലെ കുറച്ചും കൂടി നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണമെന്നുണ്ട്. ഒരു വെറൈറ്റി എന്നല്ല ഞാൻ പറയണേ, നമ്മൾ ചെയ്യുന്ന കണ്ടന്റുകൾ തന്നെ കുറച്ചും കൂടിയും ഇമോഷണലി വളരെ ഒതന്റിക് ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കണമെന്നുണ്ട്. അപ്പോൾ അതും ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട്, ഒക്കെ ചാനലുമായി ബന്ധപ്പെട്ടുള്ള ന്യൂ ഇയർ റെസൊല്യൂഷൻ ആണ്. പിന്നെ കുറച്ചുകൂടിയും മനസ്സിനിണങ്ങുന്ന യാത്രകൾ, ഒരുപാട് ദൂരേക്ക് അല്ലെങ്കിലും അടുത്തടുത്ത്. ഇപ്പൊ അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം ഊട്ടി പോയിട്ടൊക്കെ ബുദ്ധിമുട്ടായി. അടുത്തടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അമ്മയ്ക്ക് വളരെ സുഖമായിരിക്കും, അമ്മയ്ക്ക് ഇഷ്ടമാണ് യാത്ര. അപ്പോൾ ആ രീതിയിലുള്ള കുറച്ച് യാത്രകൾ ഞങ്ങൾ അടുത്തടുത്തുള്ള, ഇപ്പൊ നമ്മുടെ അടുത്ത ജില്ലകളിലോ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള യാത്രകൾ സംഘടിപ്പിക്കണം ഈ വരുന്ന വർഷം എന്ന ആഗ്രഹമുണ്ട്. പിന്നെ ഉറപ്പായിട്ടും ഫിനാൻഷ്യലി കുറച്ചും കൂടി സ്റ്റേബിൾ ആവണമെന്നുണ്ട്. ഒരു പരിധി വരെ ഞങ്ങൾ വിചാരിച്ച രീതിയിൽ വീഡിയോ ചെയ്യാൻ പറ്റുന്നതിന്റെ കാരണം
കാരണം നമുക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ എല്ലാ കുടുംബത്തിലുള്ളത് തന്നെയാണ്. അപ്പോൾ അതുപോലെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അപ്പോൾ അതൊക്കെ മാറുന്ന രീതിയിൽ കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്ത രീതിയിൽ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റും ഇൻകം കുറച്ചുകൂടി ജനറേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളും ഒക്കെ ഉണ്ടാവണം നല്ല രീതിയിൽ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഇപ്പോൾ ചാനലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. അത് ഞാനിങ്ങനെ ആലോചിച്ച് ഞാനൊരു നോട്ടായിട്ട് എഴുതി വെച്ചതാണ്. ഇത്രയൊക്കെയാണ് എനിക്ക് റീക്യാപ്പിൽ ഓർമ്മ വരുന്നുള്ളൂ. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിന് ഉത്തരം പറയാം. നമ്മൾ ന്യൂ ഇയർ പ്രമാണിച്ച് 11 മണിക്ക് ലൈവിൽ വരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളെല്ലാവരെയും കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ എന്നുള്ള രീതിയിൽ ഈ ഒരു ചെറിയ വീഡിയോ നമുക്ക് വളരെ സ്പെഷ്യലാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് പുതുവർഷത്തിൽ കാണാം. അതുവരേക്കും ബൈ. എല്ലാവർക്കും ഞങ്ങൾ 3 പേരുടെയും പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. Thank you.